സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാളെ ഒരു മത്സരാർത്ഥി വ്യത്യസ്തമായും മാറ്റിവെക്കും. കാസർഗോഡുകാരി സിയ ഫാത്തിമ ഓൺലൈനായിട്ടാണ് കലോത്സവത്തിന്റെ ഭാഗമാവുക. ശരീരം പിടയുന്ന വേദനയ്ക്കിടയിലും കലോത്സവത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച സിയയ്ക്ക് മത്സരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വഴിയൊരുക്കുകയായിരുന്നു. നാളെ നടക്കുന്ന അറബിക് പോസ്റ്റർ ഡിസൈനിങ്ങിൽ സിയ ഫാത്തിമ ഓൺലൈനായി മത്സരിക്കും. ശക്തന്റെ മണ്ണിൽ കലാപൂരം കൊട്ടിക്കയറുകയാണ്. നാനാ ജില്ലകളിൽ നിന്നുമെത്തിയ കലാകൗമാരം സാംസ്കാരിക തലസ്ഥാനത്ത് വർണ്ണപ്രപഞ്ചം തീർക്കുന്നു. ഈ മഹാമേളയുടെ മുഖ്യ നടത്തിപ്പുകാരനായി നിറഞ്ഞു നിൽക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫോണിലേക്ക് കഴിഞ്ഞ ദിവസം ഹൃദയം തൊടുന്ന ഒരു കുറിപ്പ് വന്നു. ഞാനൊരു ദയനീയ അവസ്ഥയിലാണ് സർ. അറബിക് പോസ്റ്റർ ഡിസൈനിങ്ങിൽ സ്റ്റേറ്റ് ലെവലിൽ എത്തിയതായിരുന്നു. പക്ഷേ എനിക്ക് എത്താൻ പറ്റാത്ത അവസ്ഥയിലാണ്. വാസ്കുലൈറ്റിസ് അസുഖം എന്നെ കാർന്നു തിന്നുകയാണ്. ഇതിന് ശമനം മരണം മാത്രമെന്നുവരെ ഞാൻ ഉമ്മയോട് പറയും. എങ്കിലും ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം. എന്തെങ്കിലും പരിഹാരം സാറിന് ചെയ്യാനാകുമോ? കാസർഗോഡ് പടന്ന ഗ്രാമത്തിൽ നിന്ന് വേദനയെ നിശ്ചയദാർഢ്യം കൊണ്ട് പൊരുതി തോൽപ്പിക്കുന്ന സിയ ഫാത്തിമ എന്ന ഈ കൊച്ചു വിദ്യാർത്ഥിനിയുടെ വാക്കുകൾ അറിഞ്ഞപ്പോൾ മറിച്ച് ചിന്തിക്കാൻ മന്ത്രിക്കുമായില്ല. സിയയുടെ അതിരുകളില്ലാത്ത ആ സ്വപ്നത്തെ അങ്ങനെ കലാകേരളം ചേർത്തു പിടിച്ചു. ഫാത്തിമ LK എന്ന കുട്ടിക്ക് വീട് വേദിയായി പരിഗണിച്ച് പ്രസ്തുത മത്സരം ഓൺലൈനായി നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ കൈറ്റ് ജില്ലാ കോർഡിനേറ്റർമാരുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കാവുന്നതാണ്. നാളെ 11 മണിക്ക് വേദി 17 നടക്കുന്ന അറബിക് പോസ്റ്റർ ഡിസൈനിംഗ് മത്സരത്തിൽ സിയ ഫാത്തിമയും ഉണ്ടാകും. പോരാളിയായി വീഡിയോ കോൺഫറൻസ് വഴി മാറ്റുരയ്ക്കും. കലോത്സവ ചരിത്രത്തിലെ തന്നെ അപൂർവ നിമിഷം. രോഗപീഠകൾക്കിടയിലും കലയെ നെഞ്ചോട് ചേർത്തു പിടിക്കുന്ന സിയ ഫാത്തിമയുടെ അതിജീവന പോരാട്ടത്തിന് ഇതൊരു കൈത്താങ്ങാവട്ടെ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. സിയ മിടുക്കിയായി വേദനകളെ മറികടന്ന് ഒരു നല്ല പോസ്റ്റർ ഡിസൈൻ ചെയ്യൂ. A ഗ്രേഡ് അടിക്കും. ഫാത്തിമയ്ക്ക് ആശംസകൾ.